നമസ്കാരം, ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു നല്ല ഞായറാഴ്ചയാണ്. എല്ലാവരും ജോലി തിരക്കൊക്കെ മാറ്റിവെച്ച് അവധിയെടുത്ത് വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു ദിവസമാണ് ആഴ്ചയിലെ. അപ്പോൾ ആ ദിവസം നമ്മൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പരിശോധിക്കുകയാണ്. ഈ ഞായറാഴ്ചയുടെ ആലസ്യമൊന്നും നമ്മുടെ വാർത്തകൾക്കൊന്നുമില്ല. വളരെ വാർത്താ സമ്പന്നമായ ഒരു ഞായറാഴ്ച തന്നെയാണ് ഇന്നുള്ളത്. ഒരുപാട് വാർത്തകൾ നമുക്ക് നോക്കാനുണ്ട്, രാഷ്ട്രീയപരമായും അല്ലാതെയും ഒക്കെ. അപ്പോൾ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിനി ഒരു 1.5 മണിക്കൂർ മോർണിംഗ് വൈബ്സിനൊപ്പം തുടരാൻ. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കൂടോത്ര വിവാദമാണ് കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കത്തിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 ആണ് ഈ വാർത്ത പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ ആ വാർത്തയുടെ അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. രാഷ്ട്രീയ കേരളം ഈ ദിവസവും ഇന്ന് സജീവമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വിഷയം തന്നെ ആയിരിക്കും എന്നുള്ളതിലും സംശയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും എന്താണ് വാർത്തയുടെ പുതിയ അപ്ഡേറ്റ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരായ കൂടോത്ര വിവാദത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ വൈകാതെ അന്വേഷണം തുടങ്ങും. കേരള കോൺഗ്രസ് നേതാവ് നൽകിയ പരാതി വിശദമായി പരിശോധിച്ച ശേഷമാകും FIR രജിസ്റ്റർ ചെയ്യുക. കൂടോത്രം കണ്ടെടുത്തത് കണ്ണൂരിൽ ആയതിനാൽ തുടരന്വേഷണം എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷമാകും തീരുമാനമെടുക്കുക. കെ സുധാകരന്റെ വസതിയിൽ നിന്ന് കൂടോത്രം കണ്ടെത്തിയ വാർത്ത ദൃശ്യങ്ങൾ സഹിതം ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. വിഷയത്തിന് പിന്നാലെ കൂടുതൽ പേരുടെ പ്രതികരണങ്ങളും ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് കൂടോത്രത്തിന് പിന്നിലെന്ന സുധാകരന്റെ മുൻ സ്റ്റാഫ് അംഗം വിപിൻ മോഹൻ വെളിപ്പെടുത്തിയിരുന്നു. എന്തായാലും എങ്ങനെയാകും ഇന്നത്തെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നത്, ഫോളോ അപ്സ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കാം. വി വിനോദ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനോദ്, വെരി ഗുഡ് മോർണിംഗ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നിപ്പോൾ 2-3 ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ കത്തി വിവാദമായിക്കൊണ്ടിരിക്കുന്നത് ഈ കൂടോത്ര വിവാദമാണ്. നമ്മൾ ന്യൂസ് 18 ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഡാൻ കുര്യനാണ് ഈ വാർത്ത വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ ഒരു കേസായി മാറിയിരിക്കുകയാണ്. ഔദ്യോഗികമായി അന്വേഷണം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ കൂടോത്രം എന്ന് പറയുന്നത് നിലവിൽ ക്രിമിനൽ കേസിൽ പെടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എങ്ങനെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂരിലാണ് ഈ വിഷയം, ഈ കൂടോത്രം കണ്ടെടുത്തത് സുധാകരന്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ എങ്ങനെ ഈ അന്വേഷണം കൊണ്ടുപോകണം എന്നുള്ള ആലോചന കൂടി ഉദ്യോഗസ്ഥർക്ക് മുന്നിലുണ്ടല്ലേ? അറിയ, ഗുഡ് മോർണിംഗ്. ഏതായിരുന്നാലും കോൺഗ്രസിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവമായി ഈ കൂടോത്ര വിവാദം മാറിയിട്ടുണ്ട്. നമ്മൾ നിയമവശത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയമായി ഇത് കോൺഗ്രസിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം കൂടി ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. വലിയ കളിയാക്കലുകൾ, പരിഹാസം ഇതെല്ലാം തന്നെ കോൺഗ്രസ് ഏറ്റുവാങ്ങേണ്ട നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വി കെ സനോജ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തെ യുവ നേതാക്കൾ, MP രാജേഷിനെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, മന്ത്രി അടക്കമുള്ളവർ ഇതിനെ കളിയാക്കുന്ന, ഇവർ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ മാത്രവുമല്ല, ഈ കൂടോത്രം ചെയ്തതാര് എന്നത് സംബന്ധിച്ച് കോൺഗ്രസിലെ തമ്മിലടിയും ഈ പാരവയ്പും അത് കാലങ്ങളായി CPM അല്ലെങ്കിൽ ഇടത് പാർട്ടികളോ BJP ഒക്കെയും കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ എടുക്കുന്ന ഒരു വടിയാണ്, ആയുധമാണ് കോൺഗ്രസിലെ തമ്മിലടിയും പാരവയ്പും. ആ ഒരു നിലയിലേക്ക്, പരിഹസിക്കുന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് KPCC അധ്യക്ഷൻ്റെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായില്ല, ഉയിര് പോയില്ല എന്ന ഒരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. ഏതായിരുന്നാലും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുള്ള ട്രോളുകൾ, ആ നിലയ്ക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ കളിയാക്കലുകളോ പരിഹാസമോ എന്നതിനപ്പുറം മുതിർന്ന നേതാക്കളെ സംബന്ധിച്ച് ഇത് ഗൗരവമുള്ള ഒരു കാര്യമായി തന്നെയാണ് അവർ കാണുന്നത്. കോൺഗ്രസിനോട്, യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും വിമർശനമുണ്ട്. അബിൻ വർക്കിയൊക്കെയും മുള്ളുവെച്ച വാക്കുകളാണ് പറയുന്നത്. ഒരുപക്ഷെ പുറത്തു നിന്ന് ആരും ആകില്ല, ഈ 8 അടി ഉയരമുള്ള മതിലുള്ള വീട്ടിനകത്ത് ഇങ്ങനെ ഈ കൂടോത്രം കുഴിച്ചിട്ടത് ആരാണ്, ആരെവിടെ നിന്ന് വരാനാണെന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയും വരുമ്പോൾ ആ വീടുമായി ബന്ധമുള്ള ആളുകൾ തന്നെയാണ് ഇത് ചെയ്തത് എന്ന മുള്ളുവെച്ച വാക്കുകൾ കൂടിയുണ്ട്. ഏതായിരുന്നാലും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാതിരുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് മറ്റ് ഒരു സംസ്ഥാനത്തിൽ, അതായത് കർണാടകയിലെ ശിവകുമാർ, DK ശിവകുമാർ അടക്കം, അല്ലെങ്കിൽ DK ശിവകുമാർ തന്നെ നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. തന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി കൂടോത്രം നടന്നു. അത് കേരളത്തിലാണ്.
എന്ന കാര്യം, അതും കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ് DK ശിവകുമാർ പറഞ്ഞത്. പക്ഷേ അത് ഇതുവരെയും നമ്മൾ ഈ സംഭവവുമായി ചേർത്ത് വായിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതായത് ഈ കോൺഗ്രസ്സിൽ ആദ്യമായല്ല കൂടോത്രം നടക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടോത്ര പരിപാടികളൊക്കെയും മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കൾക്കെതിരെ കൂടി നടക്കുന്നു. ഈ കാര്യം DK ശിവകുമാർ പറഞ്ഞതാണ്, തനിക്കെതിരെ കൂടോത്രം ഉണ്ടായിരുന്നു എന്ന കാര്യം. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ കാലാകാലങ്ങളായി ഇത്തരം ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു എന്ന ഒരു വസ്തുതയാണ് വെളിപ്പെടുന്നത്. ഇപ്പോൾ സുധാകരൻ്റെ വീട്ടിൽ നിന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും കൂടോത്രം കണ്ടെടുക്കുമ്പോൾ VM സുധീരൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത കാര്യം കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ്. നേരത്തെ KPCC പ്രസിഡൻ്റായിരുന്നപ്പോൾ VM സുധീരൻ്റെ വീട്ടിൽ നിന്ന് 8 തവണയാണ് കൂടോത്രം കണ്ടെടുത്തത്. അദ്ദേഹം ആദ്യ തവണയൊക്കെയും ഈ കാര്യത്തിൽ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലോ നടത്തിയിരുന്നില്ല, അത് രഹസ്യമാക്കി വെച്ചിരുന്നു. പക്ഷേ തുടരെ കൂടോത്രങ്ങൾ വീട്ടിൽ നിന്ന് കിട്ടിയതോടെ ഗതികെട്ട് VM സുധീരൻ തന്നെ ഈ കാര്യം വെളിപ്പെടുത്തുകയായിരുന്നു. ചെമ്പ് തകിടുകളും ചെറിയ ശൂലങ്ങളും വെള്ളാരം കല്ലും ഒക്കെയും അദ്ദേഹത്തിൻ്റെ വീട്ടിലും, അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ വലിയ ഗാർഡനൊക്കെ, വിശാലമായ രീതിയിൽ ഗാർഡനൊക്കെയും പരിപാലിച്ചു വരുന്നുണ്ട്. അവിടെ വാഴച്ചുവട്ടിൽ നിന്നാണ് അവസാനമായി ഈ കൂടോത്രം ലഭിക്കുന്നത്. സുധാകരൻ്റെ വീട്ടിലും ഈ തരത്തിൽ കൂടോത്രം ലഭിക്കുന്നു. ഉണ്ണിത്താൻ, ഇതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മറ്റൊരാളെ കൊണ്ടുവന്ന് അവിടെയും മന്ത്രവാദത്തിൻ്റെ കാര്യമാണ് ഉയർന്നു വരുന്നത്. ഇങ്ങനെ പരിശോധിക്കുന്നു, വേറൊരു ആളെ കൊണ്ടുവന്ന് പരിശോധിക്കുമ്പോൾ ഇത് കൂടോത്രം ഇരിക്കുന്ന സ്ഥലം ഏതാണെന്ന് കണ്ടെത്തുന്നു. പക്ഷേ ഇതുവരെയും രാജ്മോഹൻ ഉണ്ണിത്താൻ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. സുധാകരൻ്റെ അനുയായി തന്നെ പറയുന്നത് കോൺഗ്രസിലെ നേതാവ് തന്നെയാണ് ഈ കൂടോത്രം ചെയ്തതെന്ന ഒരു കാര്യം പറയുന്നു. ദുസ്സൂചനകൾ, ഈ മുള്ളുവെച്ച വാക്കുകൾ പലരെയും സംശയത്തിൻ്റെ നേരിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ, VD സതീശൻ കൂടോത്രം ചെയ്തുവെന്ന CPM-ലോ അല്ലെങ്കിൽ DYFIയിലോ നിന്നുള്ള വിമർശനം, ഈ തരത്തിൽ ഒരല്പം കളിയാക്കലും അല്ലെങ്കിൽ ആ തരത്തിലുള്ള ട്രോളുകളും ഒക്കെ നടക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു നിയമവശം കൂടി പരിശോധിക്കുന്നത്. ഇങ്ങനെയുള്ള പരിപാടികൾ, കൂടോത്രം, ഈ മന്ത്രവാദം, ഇതെല്ലാം തന്നെ കുറ്റകരമാക്കാനുള്ള ആലോചന നേരത്തെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ബില്ല് കൊണ്ടുവരുന്നത് സജീവമായി സർക്കാർ ആലോചിച്ചിരുന്നതാണ്. പക്ഷേ പിന്നീട് അത് സർക്കാർ ഒഴിവാക്കി, ചില കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും ഈ ബില്ല് കൊണ്ടുവരുന്നത് സജീവമായി പരിഗണനയിലുണ്ട്. വളരെ വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച ബില്ല് വരും, നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ കേസെടുക്കുന്നതിനോ അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനോ ഒരു നിയമനിർമ്മാണം നടത്തിയിട്ടില്ല. ഇപ്പോൾ കേരള കോൺഗ്രസ് നേതാവായ ഹഫീസാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണണം. കണ്ണൂരാണ് ഈ സംഭവം ഉണ്ടായത്. തിരുവനന്തപുരത്ത് KPCC പ്രസിഡന്റ് കൂടുതലും പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ളൊരു ടീം ഉണ്ടാകുമോ അല്ലെങ്കിൽ കണ്ണൂരിൽ ഏതെങ്കിലും ടീമിനെ ഉപയോഗിച്ച് ഈ വീട് ആരാണ് ചാടിക്കടന്നത്, മതിൽ ചാടിക്കടന്ന് ആരാണ് അവിടെ ഈ കൂടോത്രം കൊണ്ടുവച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ട നിലയിലേക്ക് പോയാൽ അങ്ങനെ ഒരു പക്ഷേ അവിടെ ഒരു ടീമിനെ നിയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായിരുന്നാലും സുധാകരൻ്റെ വലിയ CCTV ക്യാമറയും ഉയരമുള്ള മതിലുമൊക്കെ ഉള്ള ഈ വീട്ടിലേക്ക് ഇതാരാണ് ചാടിക്കടന്ന് ഇങ്ങനെ കൂടോത്രം കുഴിച്ചിട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ചർച്ചകളുണ്ട്. വിനോദ്, അത് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും. അതായത് ഇത്രയും സുരക്ഷാ സന്നാഹങ്ങളുള്ള വീട്ടിലേക്ക് ആരാണ് പുറത്തുനിന്നൊരാൾ കടന്നെത്തി ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ മുതിരുക എന്നുള്ള ഒരു സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ഒരു വ്യക്തി ആയേക്കാം ഇത് ചെയ്തത് എന്നുള്ള ഒരു നിഗമനം ഉള്ളതും. കഴിഞ്ഞ ദിവസം ഈ സുധാകരന്റെ മുൻ സ്റ്റാഫ് അംഗം വിപിൻ മോഹൻ നമ്മളോട് വെളിപ്പെടുത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്നുള്ള രീതിയിൽ ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് വ്യക്തമായി അവർക്കറിയാം ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത്, പക്ഷേ പേര് വെളിപ്പെടുത്തുന്നില്ല തൽക്കാലം എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ, ആരാകും ഇത് ചെയ്തത്, ആരെയാണ് സുധാകരൻ അടക്കം സംശയിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഉത്തരം, അവരുടെ സംശയമുനയിലുള്ളത് ആരാണ് എന്നതിനെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ, പ്രതികരണം ഒക്കെ സുധാകരൻ അല്ലെങ്കിൽ സുധാകരന്റെ വൃത്തത്തിൽ നിന്നൊക്കെ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ഇനിയൊരു ദിവസം പ്രതീക്ഷിക്കണം, അല്ലേ? അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, വല്ലാത്ത നാണക്കേടാണ് എന്തായാലും പാർട്ടിക്ക് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല. ഇതിപ്പോൾ CPM-ന്റെയും BJP-യുടെയും ഭാഗത്തു നിന്ന് കിട്ടുന്ന ട്രോളുകൾ പരിഹാസത്തിനപ്പുറം പാർട്ടിയിൽ നിന്ന് പോലും ട്രോളുകൾ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം യുവ നേതാക്കളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ വർക്കിയും ഒക്കെ പ്രതികരിച്ചതും അത്തരത്തിലാണ്. ഈ AI കാലത്തൊക്കെ കൂടോത്ര
കൂടോത്രത്തിന് പുറകെ പോകുന്ന ആളുകളുണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതമാണ്. ഈ കൂടോത്രം വെക്കുന്നതിന് പകരം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് അപ്പുറം ബൂത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വോട്ട് കൂടുതൽ കിട്ടുമായിരുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങളും അവർ നടത്തിയിരുന്നു. ഈ യുവതലമുറയുടെയൊക്കെ പരിഹാസം കൂടി ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ നേതാക്കന്മാർക്ക് വല്ലാത്തൊരു അസഹിഷ്ണുത ഉണ്ടാകുമല്ലോ. എങ്ങനെയാണ് അവരുടെ ഒരു പരസ്യമായ പ്രതികരണങ്ങൾ നടത്തുന്നില്ല എങ്കിൽ പോലും ഉള്ളിലുള്ള സംസാരങ്ങൾ അത് ഏത് തരത്തിലാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഹരിയ, ഈ അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ പണിയെടുക്കാതെ പാർട്ടി രക്ഷപ്പെടുന്ന ഒരു കാര്യമില്ല, പണിയെടുക്കാതെ ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താമെന്ന് കരുതണ്ട എന്ന കാര്യമാണ്. അതായത് പ്രവർത്തകർ ജനങ്ങളിലേക്ക് ഇറങ്ങി ഇടപെടുകയും ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയും ആ നിലയ്ക്ക് മുന്നോട്ട് പോവുകയും ചെയ്താൽ പാർട്ടി രക്ഷപ്പെടും എന്നത് തന്നെയാണ്. പക്ഷേ ഈ സംഭാഷണ ശകലം ഈ തകിട് കണ്ടെടുക്കുമ്പോൾ ഉണ്ണിത്താനും അതോടൊപ്പം തന്നെ സുധാകരനും തമ്മിൽ നടത്തുന്ന സംഭാഷണം അതുപോലും ഈ വലിയ തരത്തിലുള്ള ട്രോളുകൾക്ക് ഇടവരുത്തുന്നുണ്ട്. ഉയിര് പോകുമെന്ന് സുധാകരൻ പറയുന്നുണ്ട്. നിങ്ങളെ നശിപ്പിക്കാൻ ഇതാരാണ് ചെയ്തതെന്ന് ഉണ്ണിത്താൻ ഇടയ്ക്ക് ചോദിക്കുകയും ഉണ്ണിത്താൻ ചിരിക്കുകയും ഒക്കെയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ഓരോ ശരീരത്തിൻ്റെ ഭാഗങ്ങളായി ഈ തകിടിൻ്റെ രൂപത്തിൽ കിട്ടുന്നു. തലയുടെ രൂപത്തിൽ കിട്ടുമ്പോൾ അത് തല്ലിപ്പൊട്ടിച്ച് അതിനകത്ത് എന്താണെന്ന് നോക്കാൻ സുധാകരൻ പറയുന്നുണ്ട്. ആ തരത്തിൽ അവരുടെ സംഭാഷണം പോലും വളരെ രസകരമായ രീതിയിൽ ആളുകൾ ഇപ്പോൾ അവതരിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും പാർട്ടിയെ സംബന്ധിച്ച് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. 1 വർഷം മുൻപ് എന്ന് പറയുമ്പോഴും 1 വർഷം മുൻപ് കണ്ടെടുത്തതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പിൽ പോലും സുധാകരൻ 1,00,000-ലധികം വോട്ടിന് ജയിച്ചു. അദ്ദേഹം KPC പ്രസിഡന്റ് സ്ഥാനത്ത് ഇക്കഴിഞ്ഞ കാലമെല്ലാം തുടർന്നു. അങ്ങനെയെങ്കിൽ ഈ കൂടോത്രത്തിന് എന്ത് പ്രസക്തി എന്ന കാര്യം കൂടി യുക്തിഭദ്രമായി ഈ മുതിർന്ന നേതാക്കളെല്ലാം ചിന്തിക്കേണ്ടതാണ്. കാലിന് വേദനയുണ്ടായി, സ്വാധീനക്കുറവുണ്ടായി എന്നൊക്കെ, അല്ലെങ്കിൽ തളർച്ച പോലെ തോന്നിയെന്ന് സുധാകരൻ പറയുമ്പോൾ ആളുകൾ പറയുന്നത് സുധാകരൻ്റെ പ്രായം കൂടി പരിഗണിക്കണം. ഇത്രയും പ്രായമാകുമ്പോൾ ശരീരത്തിന് വേദനയും തളർച്ചയും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് കൂടോത്രത്തിൻ്റെ ശക്തിയോ കൂടോത്രം പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. മനുഷ്യന് പ്രായമാകുമ്പോൾ ശരീരഭാഗങ്ങൾക്ക് ക്ഷീണം ഒക്കെയും അനുഭവപ്പെടും, വേദന അനുഭവപ്പെടും. അതൊക്കെ എല്ലാ മനുഷ്യനും ഉള്ളതാണ്. അത് സുധാകരന് മാത്രമായി എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ള കാര്യമല്ല. ഈ ഉണ്ണിത്താൻ കൂടി അവിടെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ സംസാരിക്കുന്ന ഓഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഉണ്ണിത്താൻ ഇതുവരെയും അക്കാര്യത്തിൽ ഒരു കാര്യവും വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ ബാലകൃഷ്ണൻ പെരിയയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളുണ്ട്. അതിന് പിന്നാലെയാണ് ഈ വീഡിയോ ഒക്കെ പുറത്തു വരുന്നത്. ഈ വീഡിയോ പുറത്തുവിട്ടത് ആര് എന്ന് വ്യക്തമാക്കിയാൽ താൻ കൂടുതൽ കാര്യങ്ങൾ പറയാം എന്ന ഒരു കാര്യമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. ഏതായിരുന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തിളക്കമാർന്ന വിജയം, കേരളത്തിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി 18 സീറ്റിൽ വിജയം നേടി വലിയ ശോഭയോടെ നിൽക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ, കൂടോത്രവും മന്ത്രവാദം, ആഭിചാരം തുടങ്ങിയ ഈ കാര്യങ്ങളൊക്കെയും പറഞ്ഞ് മുതിർന്ന നേതാക്കൾ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. ഇത് പാർട്ടിയിലെ തന്നെ യുവാക്കൾ, യൂത്ത് കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനങ്ങളിലെ ആളുകൾ വളരെ വിമർശന ബുദ്ധിയോടുകൂടി ഇത് കാണുന്നു, അവരെ കളിയാക്കുന്നു. എതിർ പാർട്ടികളിൽ നിന്നോ എതിർ പ്രസ്ഥാനങ്ങളിൽ നിന്നോ മാത്രമല്ല, സ്വന്തം കൂട്ടത്തിൽ നിന്ന് തന്നെ ആളുകൾ ഇവരെ കളിയാക്കുകയാണ്. കുറച്ചുകൂടി യുക്തിഭദ്രമായി ചിന്തിക്കണം. നാട്ടുകാർക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പണിയെടുക്കുക, അല്ലാതെ പാർട്ടി രക്ഷപ്പെടില്ല എന്ന് വിനോദ്, ഈ യുക്തിഭദ്രമായി നേതാക്കന്മാർ ചിന്തിക്കണമെന്ന് വിനോദ് പറയുമ്പോൾ ആലോചിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താൻ നമുക്ക് നൽകിയ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ തന്നെ തുറന്നു പറയുന്നുണ്ട് കൂടോത്രത്തിൽ താൻ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത്. ഇത്തരത്തിൽ യുക്തിയില്ലാത്ത കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന് തുറന്നു പറയാനും അതിൽ ആവർത്തിച്ച് നിൽക്കാനും ഒക്കെ ഈ നേതാക്കന്മാർക്ക് ഒരു മടിയും ഇല്ല എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് അതിലല്ലേ? തീർച്ചയായും. എങ്ങനെയാണ് ഈ ജനപ്രതിനിധികളായവർ, അവർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ്, കാര്യങ്ങൾ ചെയ്യേണ്ട ആളുകളാണ്. ഈ ഭീതിയോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതമോ ഇതൊന്നും ഇല്ലാതെ കാര്യങ്ങൾ വളരെ കൃത്യമായി ജനകീയ വിഷയങ്ങളിൽ, മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളുണ്ട്, സാധാരണക്കാർ ബുദ്ധിമുട്ടുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതിലെല്ലാം തന്നെ ഒരു ജനപ്രതിനിധി, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇറങ്ങി ആ വിഷയങ്ങൾ പരിഹരിക്കുകയും നാട്ടിൽ വികസനം കൊണ്ടുവരികയും നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ കൂടോത്രത്തിൽ വിശ്വസിക്കുകയും ആ വഴി ചിന്തിക്കുകയും അതുവഴി സഞ്ചരിക്കുകയും ചെയ്താൽ നാട് എവിടെ എത്തും, നാട്ടുകാരുടെ കാര്യം എന്താകും എന്നതിലാണ് സംശയം. ഈ വിശ്വാസമൊക്കെ അവനവൻ്റെ ഒരു താല്പര്യവും കാര്യവുമാണ്. അത് ഏത് തരത്തിൽ വേണം എന്നതാണ്. നമ്മളൊരു വിശ്വാസിയാകുക, അല്ലെങ്കിൽ ഒരു ദൈവിക സ്ഥലത്ത്, ഒരു അമ്പലത്തിലോ
പള്ളിയിലോ ഒരു മൊക്സിലോ ഒക്കെ പോകുന്നത് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതും അത് ഭരണഘടന അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. ഇഷ്ടമുള്ള മതം ആർക്കും സ്വീകരിക്കാം, ആ വിശ്വാസവുമായി മുന്നോട്ട് പോകാം. പക്ഷേ ഈ തരത്തിലുള്ള അന്ധവിശ്വാസം കൂടെ കൂട്ടി കൊണ്ടു നടക്കുക, അത് ജീവിതത്തിൽ ഒരു ഭാഗമാക്കി മാറ്റുക, അതിനെ വിശ്വസിച്ച് ആ തരത്തിൽ കാര്യങ്ങളെ അവലോകനം ചെയ്യുകയും ആ കാര്യവുമായി അതിന് പ്രതി നടപടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂടോത്രം ഉണ്ടാകുമ്പോൾ അതിനെ കൂടോത്രത്തെ ഒഴിപ്പിക്കാൻ പോവുക, അല്ലെങ്കിൽ ഈ കൂടോത്രം ചെയ്യുന്നവർ ആരെങ്കിലും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇത് ചെയ്യുക. ഇതിനപ്പുറത്തേക്ക് യുവ നേതാക്കൾ തന്നെ പറയുന്നുണ്ട്, പ്രവർത്തിക്കാതെ പാർട്ടി രക്ഷപ്പെടില്ല എന്ന് പറയുമ്പോൾ കൂടോത്രത്തിന് പുറകെ പോയിട്ട് കാര്യമില്ല. അവനവൻ സ്വന്തം നിലയ്ക്ക് നന്നായി പ്രവർത്തിക്കുകയും ജനകീയ ഇടപെടൽ നടത്തിയാൽ അവിടെ ജനങ്ങൾ ആ നേതാവിനെ ഇഷ്ടപ്പെടുകയും ആ നേതാവിന് അവിടെ വളർച്ച ഉണ്ടാവുകയും ചെയ്യും. ഇത് സുധീരനെതിരെ ഒരു കൂടോത്രം, സുധാകരനെതിരെ കൂടോത്രം എന്ന് പറയുമ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യം വെച്ച് ആരോ ചെയ്യുന്നതാണ് എന്ന വിമർശനമാണ് വരുന്നത്. പക്ഷേ ഈ ഇരുവരും അവരുടേതായ ടേമുകളിൽ അവരുടേതായ സമയങ്ങളിൽ കൃത്യമായി ദീർഘകാലം KPCC അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടോത്രങ്ങൾ ഏശിയോ എന്ന ഒരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട്. ഒരു വർഷം മുൻപ് സുധാകരൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന തരത്തിൽ തന്നെ സുധാകരൻ ഈ കാലം അത്രയും KPCC പ്രസിഡന്റായി തുടർന്നു വരികയാണ്. ഈ ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ ഇങ്ങോട്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിലാണ് കണ്ണൂരിൽ ജയിക്കുന്നത്. 1,00,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കൂടോത്രം സുധാകരനെ തകർത്തത്, അല്ലെങ്കിൽ ഈ കൂടോത്രം അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചോ, അദ്ദേഹത്തിൻ്റെ ജീവിതം മോശമാക്കുന്ന തരത്തിലേക്ക് പോയോ എന്ന കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അതല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ പരിശോധിക്കുമ്പോൾ KPCC പ്രസിഡന്റായി തുടരാൻ കഴിയുകയും ഒരു MP വീണ്ടും ജയിച്ച് അദ്ദേഹത്തിൻ്റെ അതേ നിലയിൽ പാർലമെൻറ്റ് അംഗമായി തന്നെ തുടരാൻ കഴിയുകയും ചെയ്യുന്നു എന്നത് പരിശോധിക്കുമ്പോൾ ഏത് കൂടോത്രം എങ്ങനെയാണ് സുധാകരനെ തകർത്തത് എന്ന ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ കോൺഗ്രസിനുള്ളിൽ ആദ്യമായല്ല ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നത്, ഇത്തരം ആരോപണങ്ങൾ. അത് നമ്മൾ പറഞ്ഞു, ഈ DK ശിവകുമാർ അടക്കമുള്ള DK ശിവകുമാർ തന്നെ പറഞ്ഞു തന്നെ നശിപ്പിക്കാൻ കൂടോത്രം നടന്നു, അത് കേരളത്തിലാണ് നടന്നതെന്ന് പറയുമ്പോൾ അതും ഈ കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു സ്ഥലം എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കോൺഗ്രസിൽ ഇതൊരു പുതുമയുള്ള കാര്യമല്ല. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതൊരു തുടർച്ചയായി വരുന്നു. പക്ഷേ കാലത്തിനനുസരിച്ച് മുതിർന്ന നേതാക്കൾ അവരുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തേണ്ടതല്ലേ എന്ന കാര്യം കൂടി ഈ നേതാക്കൾ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. ആര്യ, വിനോദ്, ഒരു കാര്യം കൂടി, അതായത് എന്തായാലും ഈ ഒളിയമ്പുകളെല്ലാം ഇപ്പോഴും VD സതീഷിന് ഗ്യാങ്ങിനും എതിരെയാണോ വരുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം BJP പ്രസിഡന്റ് K സുരേന്ദ്രൻ പറഞ്ഞത് VD സതീഷിന്റെ ടീമിൽ നിന്ന് തന്നെ ആകാം ഇത് വന്നത് എന്നുള്ള ഒരു പരിഹാസമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്താണ് കോൺഗ്രസിനുള്ളിലെ ചർച്ച? ആർക്കെതിരെയാണ് ഒളിയമ്പുകൾ ഉള്ളത്? അങ്ങനെയുള്ള സംസാരം എങ്ങനെയാണ് പാർട്ടിയിൽ? അറിയ, ഇത് മിക്കവാറും ആളുകൾ അല്ലെങ്കിൽ ഈ കൂടോത്ര വിവാദം വന്നതിന് ശേഷം പരസ്പരം സംശയിക്കുകയോ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലോ അടുപ്പക്കാരെടുത്തോ പഴിചാരുകയോ ചെയ്യുന്ന ഒരു നിലയാണുള്ളത്. കോൺഗ്രസിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായല്ല ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വരുന്നത്. ഒരു KPCC പ്രസിഡന്റ്, അത് സുധീരൻ തന്നെ KPCC പ്രസിഡന്റായിരുന്നപ്പോൾ അദ്ദേഹം അവസാനം ഗതികെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ കൂടോത്രം കുഴിച്ചിടുന്നത്, അതിനെക്കുറിച്ച് പറയേണ്ടി വന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 8ാമത് തവണയോ മറ്റോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഈ കൂടോത്രം കണ്ടെടുക്കുമ്പോഴാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഈ ചെമ്പ് തകിടുകൾ, അത് ഓരോ ഇങ്ങനെയുള്ള ലോഹപാത്രം മുതൽ ബോൺവിറ്റയുടെ കുപ്പി അടക്കമുള്ള സാധനങ്ങൾ ഇങ്ങനെ കുഴിച്ചിടുന്ന രീതി ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു KPCC പ്രസിഡന്റ് വീട്ടിൽ നിന്നും ഇത് കണ്ടെടുക്കുമ്പോൾ ആരാണ് ഇതിന് പിറകിൽ? അതിപ്പോൾ K സുരേന്ദ്രൻ അടക്കമുള്ളവർ സതീശനാണ് ഇതിന് പിറകിൽ എന്ന ഒരു പരിഹാസം ഉന്നയിക്കുന്നു. പക്ഷേ എന്തു തന്നെയായിരുന്നാലും ഇതുവരെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേര് ആരെങ്കിലും പറഞ്ഞിട്ടില്ല. പരസ്പരമുള്ള സംശയങ്ങൾ, ആരോപണങ്ങൾ സുധാകരൻ്റെ അനുയായി തന്നെ പറയുന്നത് കോൺഗ്രസ് നേതാവ് തന്നെയാണ് ഇതിന് പിറകിലെന്നാണ്. ഏതായിരുന്നാലും വലിയ വിവാദമായി മാറുമ്പോൾ ഇത് കോൺഗ്രസിനുള്ളിൽ വലിയ നാണക്കേട് കൂടി ആയി മാറുന്നുണ്ട്. ആര്യ, തീർച്ചയായും VV വിനോദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൂടോത്ര വിവാദത്തിൽ നിയമപരമായുള്ള നീക്കങ്ങൾ കൂടി ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ വൈകാതെ അന്വേഷണം തുടങ്ങുമെന്നുള്ളതാണ് വാർത്ത. എന്തായാലും അതിന്റെ വിശദാംശങ്ങളാണ് VV വിനോദ് നൽകിയത്. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്.
പത്തനംതിട്ടയിൽ കാപ്പ കേസ് പ്രതിയെ CPM-ൽ ചേർത്തതിൽ വിവാദം കൊഴുക്കുന്നു. BJP-യിലായിരുന്നപ്പോഴാണ് ശരൺചന്ദ്രൻ പ്രതിയായതെന്ന വിശദീകരണമാണ് CPM ജില്ലാ നേതൃത്വത്തിൽ നിന്നുണ്ടായത്. വിഷയത്തിൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുടെ പ്രതികരണം വന്നേക്കും. ശശിനാരായണൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശശിനാരായണൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ് ഈ കാപ്പ കേസ് പ്രതിയെ വെട്ടിലാക്കി CPM പത്തനംതിട്ട ഘടകം വെട്ടിലായിരിക്കുന്നു എന്നുള്ള വാർത്ത. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ എതിർചേരിയിൽ നിന്നൊക്കെ ഇന്നുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഈ നടപടിയെ ന്യായീകരിക്കുകയാണ് പാർട്ടി ഇപ്പോൾ. പക്ഷേ അങ്ങനെ ന്യായീകരിച്ച് കൈ കഴുകാനോ ഈ തലവേദനയിൽ നിന്ന് രക്ഷപ്പെടാനോ സാധിക്കില്ല എന്നുള്ളതാണ് ഈ വിവാദങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം CPM ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തിന് ശേഷം സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ട് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് തിരിച്ചുവരവിന്റെ പാതയിലേക്ക് സംഘടന ശക്തിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിവാദം കൂടി ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ കാപ്പ കേസിലെ പ്രതി, നിരവധി കേസുകളിലെ പ്രതിയായ കാപ്പ കേസിലെ പ്രതിയായ ശരൺചന്ദ്രൻ എന്ന മലയാള സ്വദേശിയെ പാർട്ടിക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് സ്വീകരിച്ച നടപടി കടുത്ത വിമർശനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അത് BJP-യും അതുപോലെ കോൺഗ്രസും അത്തരത്തിൽ പരസ്യ പ്രതികരണം തന്നെ നടത്തിയിരിക്കുന്നു. ഇന്നലെ K. സുരേന്ദ്രൻ തന്നെ ഇതിന് ശക്തമായ രീതിയിൽ വിമർശിച്ചിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഈ CPM ജില്ലാ സെക്രട്ടറിയെ അഭിനന്ദിക്കുന്നതായും പറയുന്നു. കാരണം കാപ്പ കേസ് പ്രതിക്ക് പാർട്ടി മെമ്പർഷിപ്പ് നൽകിയ CPM-ന്റെ നടപടിയെ അഭിനന്ദിക്കുമെന്ന് പരിഹാസരൂപയാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഇന്നലെ വിമർശനം ഉന്നയിച്ചത്. ക്രിമിനലുകളുടെ അഭയകേന്ദ്രമായി CPM മാറിയിരിക്കുന്നുവെന്നും കൂടി ജില്ലാ നേതൃത്വം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ കടുത്ത വിമർശനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായും ജില്ലാ സെക്രട്ടറി ഈ വിഷയത്തെ ന്യായീകരിക്കുമ്പോൾ തന്നെ ഈ ശരൺചന്ദ്രൻ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. സ്ത്രീകളെ അപമാനിക്കുന്ന അടക്കമുള്ള കേസുകളിലെ പ്രതിയായിരുന്നു. പോലീസ് എടുക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കേസുകളിൽ പ്രതിയായ ശരൺചന്ദ്രനെ കാപ്പ കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. ആ പ്രതിക്ക് CPM-ലേക്ക് അഭയം നൽകുന്ന പോലെയാണ് ഈ മെമ്പർഷിപ്പ് എന്നുള്ളതാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. ബാലജന സെക്രട്ടറി അടക്കം ആക്രമിച്ച വ്യക്തിയാണ് ഈ ശരൺചന്ദ്രൻ. അത്തരമൊരു വ്യക്തിക്ക് പാർട്ടിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് ജില്ലാ തലത്തിലെ താഴെത്തട്ടിലുള്ള നേതാക്കളുടെയും പ്രവർത്തകർക്കെതിരെ അമർഷമുണ്ട്. പക്ഷെ അവർ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇത്തരമൊരു ജില്ലാ സെക്രട്ടറി നടപടിക്കെതിരെ സംസ്ഥാന നേതൃത്വത്തിനെയും സത്യത്തിൽ ഈ ഒരു വിഷയം വെട്ടിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അത് പരസ്യമായി പറയാൻ ഈ പ്രവർത്തകർ തയ്യാറല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടിയുടെ സംഘടനാ പ്രവർത്തന തെറ്റുകൾ തിരുത്തി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നുള്ളൊരു പ്രഖ്യാപനമാണ് സംസ്ഥാന സെക്രട്ടറി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത്തരത്തിൽ സംഘടന ശക്തിപ്പെടുത്തി തിരിച്ചു വരുന്ന പാതയിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ക്രിമിനലുകളായ ആളുകളെ പാർട്ടിയിലേക്ക് എടുക്കുന്നത് വലിയ ഒരു വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അത് ജില്ലാ നേതൃത്വത്തെയും ഇപ്പോൾ വെട്ടിലാക്കിയിട്ട് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ പരസ്യ പ്രതികരണങ്ങൾക്ക് താഴെത്തട്ടുള്ള നേതാക്കന്മാരും പ്രവർത്തകരും അത് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അമർഷം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം കാപ്പ കേസ് പ്രതിയായ ശരൺചന്ദ്രൻ BJP-യിൽ ഇരുന്ന സമയത്താണ്, BJP-യിലും RSS-ലും ഉള്ള സമയത്താണ് ഇത്തരത്തിൽ ക്രിമിനൽ കേസുകളിൽ ഉണ്ടായത്. അത് ഈ കാപ്പ കേസിൽ പ്രതിയാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് നാട് കിടത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെള്ളപൂശുന്ന ഒരു നിലപാടാണ് CPM ജില്ലാ സെക്രട്ടറി ഉദയഭാനു ഇന്നലെ പറഞ്ഞത്. ഇതൊക്കെ പറയുമ്പോഴും അത്തരം ഒരാളുകൾക്ക് CPM-ൽ അഭയം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം കൂടി പാർട്ടിയിൽ നിന്ന് തന്നെ അണികളുടെ താഴത്തുള്ള അണികളിൽ നിന്നും ഉയരുന്നുണ്ട്. അത് ഈ വരുന്ന ദിവസങ്ങളിൽ സ്വാഭാവികമായും അത് ഉണ്ടാകാൻ ലോക്കൽ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളും അത്ര ഒരു ചർച്ച ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നു. ഇന്നലെ തന്നെ CPM-ന്റെ വൈസ് പ്രസിഡന്റ് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച് വിമർശനം ഉയർത്തിയിരുന്നു. BJP-യും കടുത്ത ഭാഷയിൽ തന്നെ CPM-ന്റെ നടപടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. എന്തായാലും CPM ഇപ്പോഴും പറയുന്നത്, ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്, ശരൺചന്ദ്രൻ കുറ്റവിമുക്തനാണ്. അദ്ദേഹം നേരത്തെ കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇപ്പോൾ അദ്ദേഹം കുറ്റവിമുക്തനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും അടക്കമുള്ള വേദിയിലാണ് ശരൺചന്ദ്രനെ ഇത്തരത്തിൽ പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പ് നൽകി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണേണ്ട ഒരു കാര്യം. ആര്യ,
തീർച്ചയായും ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുകയാണെങ്കിൽ കോഴിക്കോട് തിരുവമ്പാടിയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെതിരെ ഇന്നും സമരം തുടരാൻ വീട്ടുടമസ്ഥർ. പ്രതിഷേധം കണക്കിലെടുത്ത് KSEB ഓഫീസിന് കാവൽ തുടരുകയാണ്. അറസ്റ്റിലായ അജ്മലും സഹോദരനും റിമാൻഡിലാണ്. ഒരു കാരണവുമില്ല, ഞങ്ങളുമായിട്ട് കട്ട് ചെയ്ത് പോകുന്നതാണ്. ഒരു ഓർഡറോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ ബില്ലടക്കായൊന്നുമില്ല. പിന്നെ അങ്ങനെ എന്തിനാണ് ഊരുന്നെന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് മേലിന് ഓർഡർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ചെയ്തത്. മേലിന് ഓർഡർ വന്നിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കറണ്ട് കിട്ടണം. ഞങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അവിടെ ലൈറ്റും വെള്ളമൊന്നുമില്ല. ഒരുപാട് പ്രയാസത്തില്ല. ബാത്റൂമിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം അടിച്ചിട്ട് ഒന്നുമില്ലാതെ ഇരിക്കുകയാണ്. ഞങ്ങൾ ലൈറ്റ് ഞങ്ങൾക്ക് കറണ്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. ഞങ്ങൾ പൈസ അടക്കാണ്ട് ഇനി ആ പൈസ ഞങ്ങൾ അടച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ ഊരി കൊണ്ടുവന്നെന്ന് അറിയില്ല. ഇവരെ പേരിലുള്ള ഇതാണ്. ഇവരൊന്നും ചെയ്തില്ല, ഞാനും ചെയ്തില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വന്ന് ഊരി കൊണ്ടുവന്നോട്ടെ. ഞങ്ങളെ കറണ്ട് തിരിച്ചു കിട്ടണം. അതുവരെ അവിടെ ഇരിക്കും. പിന്നെ ഏതായാലും ഇങ്ങനെ ഇരിക്കട്ടെ, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരട്ടെ. നമ്മള് പിന്നെ പൈസ അടക്കാതെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഇത് ഞങ്ങൾ ചെയ്യായിട്ടാണെന്ന് പറയാം. ഇതൊന്നും ഇല്ലല്ലോ, ഒരു കാരണമില്ലാതെയാണോ ഇപ്പോൾ ചെയ്തതൊക്കെ. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം മുതൽ വലിയ ചർച്ചയായ വാർത്തയാണ്. ഇന്നും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ, കറണ്ട് കിട്ടുന്നതുവരെ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലാണ് വീട്ടുടമസ്ഥർ, അല്ലേ? തീർച്ചയായും അസാധാരണമായൊരു സംഭവവികാസങ്ങളാണ് ഇന്നലെ തിരുവമ്പാടിയിൽ നടന്നത്. കാരണം കഴിഞ്ഞ 2-ാം തീയതി ഈ വൈദ്യുതി കുടിശ്ശിക അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തി. ഇതേ തുടർന്ന് അറിയിച്ചിട്ടും വൈദ്യുതി അടയ്ക്കുകയുണ്ടായില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തു. ഈ ഡിസ്കണക്ട് ചെയ്ത ശേഷം പിന്നീട് ഓൺലൈൻ മുഖേന പണമടയ്ക്കുകയും ഈ വീടിൻ്റെ ആളുകൾ, അവിടുത്തെ യുവാക്കൾ, അജ്മൽ അടക്കമുള്ള ആളുകൾ പണമടച്ച കാര്യം അറിയിച്ച് ഈ പുനഃസ്ഥാപിക്കാനായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോൾ മോശമായി പെരുമാറുകയായിരുന്നു. ഇതേ തുടർന്ന് അജ്മലിനൊക്കെതിരെ പരാതി KSEB ഉദ്യോഗസ്ഥർ ഓഫീസിൽ പോയി നൽകുകയും KSEB ഔദ്യോഗികമായി തന്നെ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. പക്ഷേ പോലീസ് കേസെടുത്ത വിവരം പത്രങ്ങളിൽ വന്നു എന്നതാണ് ഈ അജ്മലിനെ ചൊടിപ്പിച്ചത്. തുടർന്ന് അജ്മൽ KSEB ഓഫീസിലെത്തി വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റം നടത്തി. ഉദ്യോഗസ്ഥരുടെ നേരെ മലിനജലം ഒഴിച്ചു. ഒപ്പം ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ഓഫീസ് ഫർണിച്ചർ അടക്കമുള്ള സാമഗ്രികൾ നാശനഷ്ടം വരുത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് KSEB MD ബിജു പ്രഭാകറിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത്. എന്നാൽ തിരുവമ്പാടി ഉള്ളാട്ടിൽ റസാഖാണ് ഈ അജ്മലിൻ്റെ പിതാവ്. പക്ഷേ മകൻ കുറ്റം കാണിച്ചതിന് എന്തിന് തൻ്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തു എന്ന ചോദ്യമാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്. അജ്മൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമാനുസൃതമായി പോലീസ് കേസെടുത്തിട്ടുണ്ട്, അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകട്ടെ. പണം അടച്ച ശേഷവും തൻ്റെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചത് എന്തിനും വിച്ഛേദിച്ചു എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ഇന്നലെ തിരുവമ്പാടി ഓഫീസിൽ KSEB ഓഫീസിലെത്തി ഏതാണ്ട് 1 മണിക്കൂറോളം ഇദ്ദേഹവും ഭാര്യയും മെഴുകുതിരി പ്രതിഷേധം നടത്തിയിരുന്നു. ഈ പ്രതിഷേധത്തിൻ്റെ ഒടുവിൽ ഇദ്ദേഹം കുഴഞ്ഞു വീഴുകയുണ്ടായി. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ തേടിയിരിക്കുന്ന ആളാണ്. രാവിലെ മുതൽ മകൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പുറകെയാണ്. ഇതിനൊടുവിലാണ് ഇന്നലെ ഈ റസാഖ് കുഴഞ്ഞു വീഴുകയും അദ്ദേഹത്തെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്ത് ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയാണ് ഈ KSEB ഓഫീസ് അടിച്ചു തകർത്ത അജ്മൽ. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസും ഒപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ അയൽവാസികളുള്ള അടക്കമുള്ള ആളുകളും പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. കാരണം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത നടപടിയാണ് KSEBയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന കാര്യമാണ് ഇവർ പങ്കുവെക്കുന്നത്. കാരണം ഈ വീടുമായി ഒരു വൈദ്യുതി കണക്ഷൻ സംബന്ധിച്ച പ്രശ്നമുണ്ടായിരുന്നു. അതിന് ഈ റസാഖിൻ്റെ മകൻ അജ്മലാണ് KSEB ഉദ്യോഗസ്ഥരോട് അപമര്യാദയായി പെരുമാറിയത്. പിന്നീട് അജ്മലിനെതിരെ കേസെടുക്കുകയും അജ്മൽ KSEB ഓഫീസിൽ വന്ന് അതിക്രമം കാണിക്കുകയും ഒക്കെയാണ് ചെയ്തത്. അതിന് ഈ പ്രായമായ മാതാപിതാക്കളെ എന്തിന് ബുദ്ധിമുട്ടിക്കണമെന്ന ചോദ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ആശുപത്രിയിൽ ആണ് റസാഖ് ഉള്ളത്. പക്ഷേ ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്ന മുറയ്ക്ക് വീണ്ടും KSEBയിൽ പ്രതിഷേധവുമായി എത്തുമെന്നാണ് ഇവർ പറയുന്നത്. ഒപ്പം യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളും പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ KSEBയുടെ
നിയമവിരുദ്ധമായി നിലനിൽക്കുമോ എന്ന ചോദ്യമാണ് ഈ പരാതിക്കാർ ഉന്നയിക്കുന്നത്. കാരണം ഒരു വീടുമായി ബന്ധപ്പെട്ട് കറണ്ട് ചാർജ് അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നു. പിന്നീട് ആ കണക്ഷൻ കുടിശ്ശിക അടച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധം പുനഃസ്ഥാപിക്കുന്നു. അത് പക്ഷേ ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുള്ള പശ്ചാത്തലത്തിൽ എങ്ങനെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കും, അല്ലെങ്കിൽ വിച്ഛേദിക്കാൻ നിയമമില്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ KCB സംബന്ധിച്ചുള്ളത് KCB പറയുന്നത് ഈ അജ്മൽ നടത്തിയ അതിക്രമത്തിൽ ഏതാണ്ട് 3 ലക്ഷം രൂപയുടെ നഷ്ടത്തോളം KCBക്ക് ഉണ്ടായിരിക്കുന്നു. ആ നഷ്ടം നികത്തുന്ന മുറയ്ക്ക് മാത്രമേ ആ ഉപഭോക്താവിൻ്റെ കണക്ഷൻ വിച്ഛേദിക്കുകയുള്ളൂ എന്ന കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ റസാഖ് എന്ന ഉപഭോക്താവിൻ്റെ പേരിലാണ് ഓഫീസിലെത്തി അതിക്രമം നടത്തുകയും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഈ അജ്മൽ ചെയ്ത കൃത്യത്തിൻ്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം ആ വീട്ടിലെ കൺസ്യൂമർ എന്ന രീതിയിൽ റസാഖിനുണ്ട് എന്നും KCB പറയുന്നു. എന്തായാലും ഒരു കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നം തന്നെയാണ്. ഈ കാര്യത്തിൽ കോടതിയടക്കം സമീപിക്കാനുള്ള ഒരുക്കത്തിലുമാണ് ഈ കുടുംബം. ഇരുപക്ഷവും തങ്ങളുടെ വാദമുഖങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. കാരണം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച നടപടി ശരിയാണ് എന്ന് KCB ഉദ്യോഗസ്ഥർ വാദിക്കുന്നു. മറുവശത്ത് ഈ മകൻ നടത്തിയ അതിക്രമങ്ങൾക്ക് എന്തിനു പിതാവിൻ്റെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു, പണം അടച്ചു കഴിഞ്ഞാൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നിയമപരമായ ബാധ്യത KCBക്കുണ്ടെന്ന് കുടുംബവും വാദിക്കുന്നു. എന്തായാലും ഇന്നും കൂടുതൽ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഈ വിഷയവുമായി. അതെ അനീഷ്, ഇവിടെ ഈ രണ്ട് കാര്യമുണ്ട്. അതായത് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കാൻ കഴിയും, മകൻ അത്തരത്തിൽ അതിക്രമം കാണിച്ചത് കൊണ്ടാണ് വൈദ്യുതി വിച്ഛേദിച്ചത് എന്നുള്ള ഒരു ന്യായീകരണം KCB നൽകുമ്പോഴും ഈ മറുചേരിയിൽ അപ്പുറത്തുണ്ടാകുന്നതും ഈ വൈദ്യുതി ഇല്ലാത്തതിൻ്റെ പേരിൽ വിഷമം കൂടുതൽ അനുഭവിക്കുന്നതും ആ മാതാപിതാക്കളാണ്. അവർ രോഗികളായിട്ടുള്ളവരാണ്, വയസ്സായ ആളുകളാണ്. ഈ വൈദ്യുതി ഇല്ലാതെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ആശങ്കയുണ്ട്, ഇരുട്ടത്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് മാനുഷികമായി നോക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഇന്നലെ മുതൽ വാർത്ത ചർച്ചയായതാണ്. ഈ ഉന്നത തലത്തിൽ നിന്ന് മന്ത്രിയുടെ ഭാഗത്തു നിന്നടക്കം എന്തെങ്കിലും ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും വിശദീകരണമോ അറിയിപ്പോ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടോ? ഇന്നത് ഉണ്ടാകാനുള്ളൊരു സാധ്യത എത്രത്തോളം കാണുന്നുണ്ട്? എന്തായാലും ഈ കാര്യം ഒരു വിവാദമായി മാറിയ സാഹചര്യത്തിൽ ഉന്നത തലത്തിലെ ഇടപെടൽ ഒരുപക്ഷെ ഉണ്ടാകുമെന്ന് കരുതാം. കാരണം ഈ റസാഖും ഭാര്യയും പറയുന്ന കാര്യങ്ങൾ തികച്ചും ന്യായമാണ്. കാരണം അവർ പ്രായമായവരാണ്, രോഗബാധിതരായ ആളുകളാണ്. ഈ മഴയും ഈ കാലവർഷ പ്രശ്നങ്ങളുമൊക്കെ ഉള്ള സാഹചര്യത്തിൽ കറണ്ടില്ലാത്ത വീട്ടിലിരിക്കുക എന്നത് അങ്ങേയറ്റം ദുഷ്കരമാണ്. നമുക്കറിയാം, 1 മണിക്കൂർ പോലും കറണ്ടില്ലെങ്കിൽ ഫാനോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ മകൻ ചെയ്ത കുറ്റത്തിന് എന്തിന് അച്ഛൻ്റെയും അമ്മയുടെയും കറണ്ട് കണക്ഷൻ വിച്ഛേദിക്കുന്നെന്ന ചോദ്യം ബാക്കിയാണ്. ഇന്നലെ നമുക്കറിയാം, പലപ്പോഴും ഈ മാതാപിതാക്കളുടെ ഇച്ഛയ്ക്കനുസരിച്ചായിരിക്കില്ല മക്കളുടെ പ്രതികരണങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ മക്കൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും ഉത്തരവാദിത്വം മാതാപിതാക്കളിലേക്ക് തള്ളിവിടുന്നതും ന്യായമായ കാര്യമല്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അജ്മലിനെയും സഹോദരനെയും ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് നടപടിക്രമങ്ങൾ ഒരു വശത്ത് അതുപോലെ തുടരും. ഈ PDPP ആക്ട് പോലുള്ള പൊതുവസ്തുക്കൾ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പ്രയോഗിച്ചാലും ആ നാശനഷ്ടം ഈടാക്കിയ ശേഷം മാത്രമാണ് പലപ്പോഴും ഈ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാറുള്ളൂ. അത് ഈ കേസ് മാത്രമല്ല, ഇപ്പോൾ വഴിയിൽ ഈ KSRTC ബസ്സിന് കല്ലെറിയുന്ന പ്രതിഷേധക്കാർ, ഈ വിദ്യാർത്ഥി സംഘടനകൾ അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. അവരൊന്നും ഇപ്പോൾ അത്തരം നശീകരണ പ്രവൃത്തികളിലേക്ക് തിരിയാറില്ല. കാരണം വലിയ തുകയാണ് ഈ കോടതിയിൽ കെട്ടിവെച്ചാൽ മാത്രമാണ് പിന്നീട് ജാമ്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ അജ്മലും സഹോദരനും ഇപ്പോൾ കൃത്യമായും ഒരു നിയമവ്യവസ്ഥയുടെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡ് ചെയ്യപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് അവർ ഈ നഷ്ടപരിഹാരം കെട്ടിവെച്ചാൽ മാത്രമാവും അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുക എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എന്തിനങ്ങനെയാണെങ്കിൽ ഈ പ്രായമായ മാതാവിൻ്റെയും പിതാവിൻ്റെയും വീട്ടിലേക്കുള്ള, അല്ലെങ്കിൽ അവർക്ക് വെട്ടം കാണാനുള്ള കറണ്ട് എന്തിന് കളഞ്ഞു എന്ന ചോദ്യം കൃത്യമായി തന്നെ ന്യായമായ ചോദ്യമാണ്. ആ ന്യായമായ ചോദ്യത്തിനുള്ള പ്രതികരണങ്ങൾ KCBയുടെ ഉന്നത തലത്തിൽ നിന്നും ഒരുപക്ഷെ ഇന്നുണ്ടാവും. ഒരു രാഷ്ട്രീയ തരത്തിലുള്ളൊരു തീരുമാനവും ഇന്നുണ്ടാവുമെന്ന് കരുതാം. മറുവശത്ത് ഈ അജ്മലുമായി ബന്ധപ്പെട്ട KCB ഓഫീസ് അടിച്ചു തകർത്തതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന പ്രവൃത്തിയല്ല. അവർ ഒരു തരത്തിലും ഈ KCBക്ക് നേരെ അതിക്രമം നടത്തുകയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ നേരെ മലിനജലം ഒഴിക്കുകയോ അവരെ കയ്യേറ്റം ചെയ്യേണ്ട ആവശ്യമില്ല. അത്തരം നിയമവശങ്ങൾ നിയമത്തിൻ്റെ വഴിയിൽ തന്നെ മുന്നോട്ട് നീങ്ങട്ടെ. മറുവശത്ത് ഈ മാനുഷികമായ പരിഗണന ഈ വയോധികരായ അച്ഛനും അമ്മയ്ക്കും നൽകണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും ഇന്ന് അതനുസരിച്ചുള്ളൊരു നടപടി KCBയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.
മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലേറ്റ കനത്ത തിരിച്ചടി വിലയിരുത്താൻ CPM സംഘടനാ റിപ്പോർട്ടിംഗ് ഇന്ന് എറണാകുളത്ത്. പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയും പാർട്ടി വോട്ടുകൾ പോലും കൃത്യമായി ലഭിക്കാത്തതുമാണ് തിരിച്ചടിക്ക് കാരണമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും. നവമി, ഗുഡ് മോർണിംഗ്. നേരത്തെ തന്നെ ചർച്ചയായതാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിലെ പാളിച്ച. അതാണ് പാർട്ടിക്ക് പ്രതീക്ഷിച്ചതിലധികം ക്ഷീണമുണ്ടാക്കിയത്. പാർട്ടിക്ക് കിട്ടേണ്ട വോട്ടുകൾ പോലും കൃത്യമായി ലഭിച്ചില്ല എന്നതൊക്കെ ചർച്ചയായതാണ്. ഇന്ന് ജില്ലാ കമ്മിറ്റി അത്തരത്തിൽ വിലയിരുത്തി കഴിഞ്ഞതാണ്. ഇന്ന് റിപ്പോർട്ടിംഗ് നടക്കുമ്പോൾ എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ആര്യ, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം KJ ഷൈൻ എന്ന സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രവർത്തകർക്ക് പോലും അറിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. പിന്നീട് ജില്ലാ നേതൃത്വത്തിലടക്കം വലിയ വിമർശനം ഇതിൽ നേരിടുകയും ചെയ്തിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വിലയിരുത്തൽ, അതായത് എറണാകുളം ജില്ലയിൽ കനത്ത തോൽവിയായിരുന്നു CPM-ന് നേരിട്ടത്. P. രാജീവിന് പോലും ലഭിച്ച വോട്ടിന്റെ പകുതി പോലും KJ ഷൈന് പെട്ടിയിലാക്കാൻ സാധിച്ചില്ല. അതുമല്ല, ഹൈബി ഈഡന്റെ ഭൂരിപക്ഷത്തിനടുത്ത് പോലും എത്ര ഭൂരിപക്ഷത്തിലാണോ ജയിച്ചത് അതുപോലും അതിന്റെ അടുത്ത് പോലും KJ ഷൈൻ എത്താൻ കഴിയാഞ്ഞത് വലിയ വിമർശനമായിരുന്നു നേരിട്ടത്. പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും വലിയ രീതിയിൽ വിമർശനവും ഭിന്നതയും ഉണ്ടായിരുന്നു. പാർട്ടിയുടെ വോട്ടുകൾ പോലും KJ ഷൈന് ലഭിച്ചില്ല എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ജില്ലാ നേതൃത്വം വിലയിരുത്തിയിരുന്നു. ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നടത്തിയ അവലോകന യോഗത്തിൽ KJ ഷൈനെതിരെ വലിയ വിമർശനമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഈ ലത്തീൻ സഭാംഗം, വനിത എന്നൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് KJ ഷൈനെ എറണാകുളത്ത് സ്ഥാനാർത്ഥിയായത്. വനിതകളുടെ വോട്ടിന് പുറമെ സഭാ വോട്ട് പോലും KJ ഷൈന് കൃത്യമായി രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇതെല്ലാം ഹൈബി ഈഡന് പോകുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ തന്നെയായിരുന്നു തുടക്കത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തൊട്ട് തന്നെ എറണാകുളത്ത് CPM-ന് വലിയ പാളിച്ചകൾ സംഭവിച്ചു എന്ന് പ്രവർത്തകർ വലിയ രീതിയിൽ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉന്നയിച്ചു. മാത്രമല്ല, ഈ KJ ഷൈൻ എന്ന സ്ഥാനാർത്ഥി പ്രവർത്തകർക്ക്, മുതിർന്ന നേതാക്കളോട് പോലും പലപ്പോഴും ധിക്കരിച്ചുള്ള പെരുമാറ്റമുണ്ടായി. പ്രചാരണത്തിന് വൈകി എത്തുന്നു, പ്രചാരണ സമയത്ത് ആഡംബര സൗകര്യങ്ങൾ ആവശ്യപ്പെടുന്നു എന്നടക്കമുള്ള വലിയ വിമർശനം നേരിടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് ജില്ലാ കമ്മിറ്റി ഈ തോൽവി പഠിക്കുകയും പിന്നീട് ഭരണവിരുദ്ധ വികാരം, സംസ്ഥാനത്തുടനീളം CPM-നുണ്ടായ ഭരണവിരുദ്ധ വികാരം തന്നെ എറണാകുളത്തും ഉണ്ടായി എന്ന് പറയുമ്പോൾ കൂടി KJ ഷൈൻ എന്ന സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച അത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ വിമർശനം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ദേശീയ നേതൃത്വത്തിൽ സമർപ്പിച്ച റിപ്പോർട്ട് തന്നെയായിരിക്കും, ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തന്നെയായിരിക്കും ഇന്ന് 10 മണിക്ക് ചേരുന്ന യോഗത്തിൽ A. വിജയരാഘവൻ പ്രവർത്തകർക്കിടയിൽ അവതരിപ്പിക്കുക. എന്തായാലും വലിയ വിമർശനം തന്നെയായിരുന്നു ഇതിനോടകം സ്ഥാനാർത്ഥി നിർണയത്തിൽ. ഒപ്പം പാർട്ടി ഈ തിരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ ഉടനീളം വലിയ രീതിയിൽ വീഴ്ചയുണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രവർത്തകരും ജില്ലാ നേതൃത്വവും അവലോകനം ചെയ്തിട്ടുണ്ട്. ആര്യ, ശരി. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ഉപരാഷ്ട്രപതി ഡോക്ടർ ജഗ്ദീപ് ധൻഖർ ഡൽഹിക്ക് മടങ്ങും. രാവിലെ കൊല്ലത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് എത്തുന്ന രാഷ്ട്രപതി 9:45 പ്രത്യേക വിമാനത്തിൽ ഡൽഹിക്ക് തിരിക്കും. ഇന്നലെയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഗവർണറെ ജഗ്ദീപ് ധൻഖറെ യാത്രയാക്കാനെത്തും. കൂടുതൽ വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. മോർണിംഗ് വൈബ്സിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ 2 സൈനികർക്ക് വീരമൃത്യു. 5 ഹിസ്ബുൾ ഭീകരരെ സൈന്യം വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഹിസ്ബുൾ സീനിയർ കമാൻഡറും ഉൾപ്പെടുന്നു. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. രാഗേഷ്, സൈന്യവും ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ, അതിൽ 2 സൈനികർക്ക് വീരമൃത്യു വരിച്ചിരിക്കുന്നു. 5 ഹിസ്ബുൾ ഭീകരരെ സൈന്യം വധിച്ചിരിക്കുന്നു എന്ന കൂടി വാർത്ത വരുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, ഇന്നലെ ഉച്ചയ്ക്കാണ് ജമ്മു കശ്മീരിലെ കുൽഗാമിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഇതിൽ 2 സൈനികർക്ക് വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 2 ഇടങ്ങളിലായാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഇന്നലെ
മോഡർഗ്രാം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൈന്യം അവിടെ തെരച്ചിൽ നടത്തുകയായിരുന്നു. ഈ തെരച്ചിലിനിടയിലാണ് ഒരു വീട്ടിൽ ഒളിച്ചിരുന്നിരുന്ന ഭീകരർ സൈന്യത്തിന് നേരെ വെടിയുതിർത്തത്. ഈ വെടിവെപ്പിലാണ് ഒരു സൈനികൻ കൊല്ലപ്പെട്ടത്, മറ്റൊരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു, വീരമൃത്യു വരിച്ചു എന്നാണ് ഇപ്പോൾ സൈന്യം അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഫ്രിസാൽ ചിന്നിഗാം എന്ന് പറയുന്ന മേഖലയിൽ വീണ്ടും ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന വിവരം സൈന്യത്തിന് ലഭിക്കുന്നത്. തുടർന്ന് അവിടേക്ക് സൈന്യം എത്തുകയായിരുന്നു. അവിടെയാണ് രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുന്നത്. അവിടെയാണിപ്പോൾ 4 ഭീകരരെ സൈന്യം വധിച്ചിരിക്കുന്നത്. 5 എന്നാണ് നേരത്തെ വന്നിരുന്നെങ്കിൽ പോലും 4 എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ഒരു ഹിസ്ബുൾ കമാൻഡറും ഉൾപ്പെടുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ 4 പേരുടെ ദൃശ്യങ്ങളും ഇപ്പോൾ ഡ്രോൺ ഫുട്ടേജുകൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഔദ്യോഗികമായ പ്രതികരണം സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നതേയുള്ളൂ. ഏതായാലും ഈ മേഖലയിൽ കൂടുതൽ ഭീകരർ ഉണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ സുരക്ഷാ സേനയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇപ്പോൾ തെരച്ചിൽ തുടരുന്നുണ്ട്. ഏറ്റുമുട്ടൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് എന്നാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഒരു സൈനികന് പരിക്കേറ്റിപ്പോൾ ചികിത്സയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിരിക്കുന്നെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ മേഖലയിൽ ഫ്രിസാൽ ചിന്നിഗാം മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ വനപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭീകരർ ഈ മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി സൈന്യത്തിന് ലഭിക്കുന്നുണ്ട്. ഏതായാലും സൈനിക വൃത്തങ്ങൾ ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത് അവസാന ഘട്ടത്തിലാണ് ഏറ്റുമുട്ടൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ആര്യ, തീർച്ചയായും ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ മലയോര മേഖലയിലെ ജനങ്ങൾ വന്യജീവി ശല്യത്താൽ പൊറുതിമുട്ടുകയാണ്. വീടിന് പുറത്തുപോലും ഇറങ്ങാനാകാത്ത അവസ്ഥയാണ് പലയിടത്തും. തിരുവനന്തപുരം ബോണക്കാട് എസ്റ്റേറ്റിലെ താമസക്കാരൻ ആയലാലിനെ കഴിഞ്ഞ ദിവസമാണ് കരടി ആക്രമിച്ചത്. തലനാഴിലേക്കാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. ഗുരുതരമായി പരിക്കേറ്റ ലാലൻ ഇപ്പോഴും ചികിത്സയിലാണ്. ഭയപ്പെടുത്തിയ ആ സംഭവത്തെക്കുറിച്ച് ലാലൻ തുറന്നു പറയുകയാണ്. കാണാം. വെളുപ്പിന് 3:45-4 മണിയാവും. ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടിയാണ് വെളിയിൽ ഇറങ്ങിയത്. എനിക്ക് മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ഒരു ചെറിയ കുട്ടിയാണ് ഓടിയത്. അത് എന്നെ കണ്ടിട്ട് വിളിച്ച് ഓടിയത്. അതിൻ്റെ പിറക്കുന്നാണ് ഈ വലുത് പറഞ്ഞത്. വലുത് അടുത്ത് വന്ന് എന്നെ പിടിക്കാൻ വേണ്ടി ശ്രമത്തിൽ അപ്പോഴാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതിനുശേഷം ഇത് എന്നെ ഇങ്ങനെ അള്ളി പിടിക്കാൻ വേണ്ടി വന്നത്. ഞാൻ ഇതിനെ പിടിച്ച് തള്ളി അതിനെ പിടിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ അത് വീണില്ല, ഞാനാണ് മറിഞ്ഞു വീണത്. മറിഞ്ഞു വീണ കൂട്ടത്ത് ആദ്യത്തെ കടി കയ്യിലായിരുന്നു. ആദ്യത്തെ കടിയോടെ ഞാൻ മറിഞ്ഞ് വീണ പറഞ്ഞ തന്നെ ഇത് പിന്നെയും കടിക്കാൻ ശ്രമിച്ചു. ഞാൻ കരുത്തിൽ കയറി പിടിച്ചളഞ്ഞ ഈ രോമം, ഒരുപാട് രോമമുണ്ട് ഇതിന്. മുഖത്ത് കടിക്കാനുള്ള ഇതൊന്നും അതിന് സൗകര്യം കൊടുത്തില്ല. അതിന് മുമ്പ് ഇത് എങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് ഈ കാലിൽ കടിച്ചത്. കണ്ട് കാലെല്ലാം കടിച്ച് പിന്നി കളഞ്ഞത്. അതിനുശേഷമാണ് എനിക്ക് അതിനുശേഷം തന്നെ ഈ വിളി വന്നത്. ഒരു കുട്ടിയും ഒരു വലുതെന്ന് പറഞ്ഞാൽ ഏകദേശം എൻ്റെ അത്ര പൊക്കമുണ്ട്. പ്ലാവ് അടുത്ത് ബാക്ക് സൈഡ് പ്ലാവുണ്ട്. അത് ഈ ചക്ക തിന്നാൻ വേണ്ടി വന്നതാണ്. വന്ന് ഞാൻ മൂത്രമൊഴിച്ചുകൊണ്ട് ലൈറ്റ് അടിച്ചതിന് മൂത്രമൊഴിച്ചുകൊണ്ട് നിന്ന് ഈ കുട്ടി എങ്ങനെ ഓടി എൻ്റെ അടുത്തുകൂടെയാണ് ഓടിയത് വിളിച്ചും കൊണ്ട്. അപ്പം ഈ തള്ള അടിച്ച് ഈ കുട്ടിയെ ഞാൻ പിടിച്ചെന്നുള്ള ഇതിലാണ് തള്ള ഓടിയെന്ന് എന്നെ ആക്രമിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. ലാലനെ പോലെ എത്ര ആളുകളെയാണ് നമ്മളിപ്പോൾ ദിവസവും കാണുന്നത്, അല്ലേ? ഈ വന്യജീവി ആക്രമണം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കൃഷി നശിപ്പിക്കുന്നു. വീടിന് വെളിയിലേക്ക് പോലും നമുക്കൊന്ന് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം കാണണമെന്ന് നിരന്തരം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അധികൃതർ ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഏറെ വിഷമകരമായ കാര്യം. എന്നാലും നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ന്യൂനമർദ്ദപാത്തിയും ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതിനാൽ മഴ ശക്തമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്.
കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനകൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുക. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങൾക്കും പൂർണ്ണമായും ഒഴിവാക്കുക. കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. വടക്കൻ ഗുജറാത്തിനു മുകളിൽ ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലമായി വ്യാപകമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ജൂലൈ 9 വരെ ശക്തമായ മഴ തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ആയിഷത്തുൽ ഷംനയുടെ റിപ്പോർട്ടാണ് കണ്ടത്. കേരളത്തിൽ തുടർച്ചയായി പക്ഷിപ്പനി ഉണ്ടാകുന്നതിനെക്കുറിച്ച് വിശദമായി പഠിക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി സഹമന്ത്രി ജോർജ് കുര്യൻ. അസ്വാഭാവികമായി കാക്കകൾ ചത്തുവീഴുന്നതടക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കേരളം കണക്ക് നൽകാത്തതുകൊണ്ടാണ് നഷ്ടപരിഹാരം വൈകുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. എന്തായാലും പക്ഷിപ്പനിയിൽ ഒരു വിശദമായ പഠനത്തിന് കേന്ദ്രം തയ്യാറാകുന്നു എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കുന്നത്. അതായത് എല്ലാ വർഷവും ഒരു കൃത്യം ഇടവേളകളിൽ ഇത് വരുന്നുണ്ട്. ഒപ്പം തന്നെ പതിവിനപ്പുറത്തേക്ക് കാക്കകളും മറ്റും ചത്തു വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കേന്ദ്ര സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറി കേരളത്തിലെത്തുകയും കർഷകരുടെ അടക്കം അഭിപ്രായം കേൾക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതൊരു വിശദമായ പഠനത്തിന് തയ്യാറാകുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോടാണ് അവരോട് പറഞ്ഞിട്ട് അത് സർട്ടിഫൈ ചെയ്ത് കണക്കെടുക്കണമല്ലോ. ആ പ്രക്രിയ നടക്കുന്നില്ല. അപ്പോൾ അതൊരു ബോധവൽക്കരണം ഉണ്ടായാലേ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ സർട്ടിഫൈ ചെയ്യണം, ഇത് അവർ ബോധ്യപ്പെടണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബോധവൽക്കരണ പദ്ധതിയും ആ കാര്യത്തിൽ വേണ്ടി വരും. പന്നിപ്പനി പലയിടത്തും കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു പോരായ്മയുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ പന്നിപ്പനി പല ഗ്രാമീണ മേഖലകളിലുമാണ് ഇത് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പലയിടത്തും പന്നികൾ ചത്തു വീണാൽ അതിൽ പരിശോധന നടത്താതെ തന്നെ അതിനെ കുഴിച്ചിടുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചും കൃത്യമായൊരു അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ ഈ പക്ഷികൾ ചത്തൊടുങ്ങുന്നതിൽ കൃത്യമായ നഷ്ടപരിഹാരം കിട്ടുന്നില്ല എന്നൊരു പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അത് സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ കണക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് ജോർജ് കുര്യൻ വ്യക്തമാക്കിയത്. പന്നി ഫാമുകൾ ജനവാസമില്ലാത്ത സ്ഥലങ്ങളിലാണ് നടത്തുന്നത്. നമുക്കറിയാമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട്. അതെല്ലാം തന്നെ ഉൾപ്രദേശത്ത് ജനവാസമില്ലാത്ത സ്ഥലങ്ങളിലാണ് അത് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അത് ശ്രദ്ധയിൽപ്പെടില്ല. അതിന് എന്ത് ചെയ്യാൻ സാധിക്കും? ലോകത്ത് ഇതുവരെയും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഒരു രാജ്യത്തും അതിൻ്റെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മറ്റേ ഫ്ലൂവിന് നമുക്കത് സാധിക്കും ഒരുവിധം കള്ളിങ് നടത്തിക്കഴിഞ്ഞാൽ. ഇതിനു വേണ്ടിയുള്ള ഒരു സമഗ്രമായിട്ടുള്ള പഠനത്തിന് വേണ്ടിയാണ് അവർ ടീം വന്നത്. ഇതിൻ്റെ കറക്റ്റ് കിട്ടണ്ടേ, യഥാർത്ഥത്തിലുള്ളത് കിട്ടണം. കള്ളിങ് ആണ് അതിൻ്റെ നടക്കുന്നത്. മറ്റേത് എനിക്ക് തോന്നുന്നത് ഈ പന്നിപ്പനിയുടെ കർഷകർ പോലും പരാതിപ്പെട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വളർത്തു പക്ഷികൾ അടക്കമുള്ളവ നഷ്ടപരിഹാരത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നതിലും പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുമെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി. എന്തായാലും ഈ മേഖലയിൽ, ഈ അപ്പർ കുട്ടനാടൻ മേഖലയിൽ, കുട്ടനാടൻ മേഖലയിലൊക്കെയുള്ള കർഷകരെ സംബന്ധിച്ച് ഒരു പരിധിവരെ അവരുടെ ഒരു ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കുന്ന തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് കർഷകരും പ്രതീക്ഷിക്കുന്നത്. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കോഴിക്കോട് ജില്ലയിലെ ദശാവതാര ക്ഷേത്രങ്ങൾക്കായി സമഗ്ര പാക്കേജ് പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിനായി 8 ക്ഷേത്രങ്ങളാണ് കേന്ദ്രമന്ത്രി ഒറ്റയടിക്ക് സന്ദർശിച്ചത്. പെരുമീൻപുരം മത്സ്യാവതാര ക്ഷേത്ര ദർശനത്തോടെയായിരുന്നു തുടക്കം. മരുതാട് പരശുരാമ ക്ഷേത്രം, PC പാലം ബാലരാമക്ഷേത്രം തുടങ്ങി തീർത്ഥങ്കര വാമനാവതാര ക്ഷേത്രം വരെയുള്ള 8 ക്ഷേത്രങ്ങൾ ഒറ്റയാത്രയിൽ കേന്ദ്രമന്ത്രി തീർത്തു. കൽക്കിക്കായി ക്ഷേത്രമില്ലാത്തതിനാൽ 10 തികച്ചില്ലെന്ന് വിശദീകരണം. കേന്ദ്ര ഭാരവാഹികളും ഭക്തരും വാദ്യമേളങ്ങളോടെയാണ് സുരേഷ് ഗോപിയെ സ്വീകരിച്ചത്. വ്യക്തിപരമല്ല, ഔദ്യോഗികമായിരുന്നു സന്ദർശനമെന്ന് കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നേരിട്ട് കാണുകയായിരുന്നു ലക്ഷ്യം. അവരുടെ
ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആ പ്രദേശത്തുള്ളവരുടെ വ്യക്തിഗതമായ ധന ആഗമന മാർഗങ്ങൾക്ക് ആക്കം കൂട്ടുന്ന 9 അമ്പല ദർശനം. കാരണം ഇങ്ങനെ ഒരെണ്ണം കേരളത്തിലില്ല, വേറെ എവിടെയുമില്ല. ഇന്ത്യയിൽ തന്നെ ഉണ്ടോയെന്ന് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കും. അപ്പോൾ 10 അമ്പല ദർശനം എന്നാണ് പറഞ്ഞത്, പക്ഷെ കൽക്കി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെ ശാസ്ത്രീയമായ അന്വേഷണം നടത്തണം. ഇപ്പോഴത്തെ സ്ഥിതി ചെയ്യുന്ന 9 അമ്പലങ്ങൾ മാത്രം ഞാൻ സന്ദർശിച്ചു. കേന്ദ്രമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം കേരളത്തിലെത്തിയ സുരേഷ് ഗോപി ആദ്യം സന്ദർശിച്ചത് കോഴിക്കോട് തളി ക്ഷേത്രമായിരുന്നു. ക്ഷേത്ര ദർശനത്തിനിടയിൽ സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വീട്ടിലെത്തിക്കൊണ്ട് അനുഗ്രഹവും തേടി. ന്യൂസ് 18 കോഴിക്കോട്. കൊച്ചിയിൽ വഴിയോര കച്ചവടക്കാർക്കായി നിർമ്മിച്ച കടകൾ കൊച്ചി കോർപ്പറേഷൻ കൈമാറുന്നില്ലെന്ന് പരാതി. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് പദ്ധതിയിൽ നിർമ്മിച്ചവയാണിത്. നിർമ്മാണം പൂർത്തിയായിട്ടും കൈമാറ്റം നടക്കാത്തതിൽ ഇതിന് മുന്നിലാണ് ചെറുകിട കച്ചവടക്കാർ ഇപ്പോൾ വിൽപ്പന നടത്തുന്നത്. ഫോർട്ട് കൊച്ചിയുടെ മുഖം മിനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. 36 കിയോസ്കുകളാണ് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി മേഖലകളിലായി കൈമാറ്റത്തിനായി തയ്യാറായിരിക്കുന്നത്. ഇവ CSML കൊച്ചി കോർപ്പറേഷന് കൈമാറിയ ശേഷം കോർപ്പറേഷൻ അർഹരായവർക്ക് താക്കോലുകൾ നൽകുമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാസങ്ങൾക്ക് മുൻപേ നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും ഇവ ഇപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ്. കടകളുടെ നിർമ്മാണം 8 മാസങ്ങൾക്ക് മുൻപേ പൂർത്തിയാക്കി. കച്ചവടക്കാർ പലതവണ അധികൃതരെ സമീപിച്ചെങ്കിലും അനുകൂലമായ ഒരു മറുപടിയും ഉണ്ടായില്ല. പൂർത്തിയാക്കിയ കടകൾക്ക് മുകളിൽ മരച്ചില്ലകൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾക്ക് ശേഷമേ പലതും ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. കൈമാറ്റം വൈകുന്തോറും കടകൾ കൂടുതൽ നാശോന്മുഖമാകും. ന്യൂസ് 18 കൊച്ചി. കോട്ടയത്ത് നിർത്തിയിട്ടിരുന്ന KSRTC ബസ് പിന്നോട്ട് നീങ്ങി മതിൽ തകർന്ന സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ നടപടിയുണ്ടായേക്കും. ഡ്രൈവർ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഡിപ്പോയിൽ നിർത്തിയിട്ടിരുന്ന ബസ് പിന്നോട്ട് നീങ്ങിയത്. CSI സഭയുടെ ഇരുപക്ഷവും ഇന്ന് തിരുവനന്തപുരത്ത് നടത്താനിരുന്ന പ്രതിഷേധ റാലികൾക്ക് വിലക്ക്. CSI സഭ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ തർക്കത്തിൽ ഇടപെട്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ് ഉത്തരവിട്ടത്. റാലിക്കും പ്രതിഷേധ സംഗമത്തിനും അനുമതിയില്ല. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നും ന്യൂനപക്ഷ കമ്മീഷൻ വ്യക്തമാക്കി. ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടറിനെ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ചുമതലയിൽ നിന്നും നീക്കിയതിന് പിന്നാലെ എതിർകക്ഷികൾ സമർപ്പിച്ച അപേക്ഷയിലാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ നടപടി. എറണാകുളം കുണ്ടന്നൂർ തേവര പാലം അറ്റകുറ്റപ്പണികൾക്കായി 2 ദിവസം അടച്ചിടും. പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് മരട് നഗരസഭയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. തേവര ACP ഓഫീസിൽ ട്രാഫിക് മേധാവികളുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത്. ഈ മാസം 9-ാം തീയതി രാത്രി 11 മണി മുതൽ 2 ദിവസത്തേക്കാണ് പാലം താൽക്കാലികമായി അടയ്ക്കുക. വെള്ളിയാഴ്ച രാവിലെ പാലം തുറന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഒരു ഇടവേള കൂടി എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗം വാർത്തകളിലേക്ക് തിരികെ എത്താം. 4